കോഴിക്കോട് വാണിമേലിൽ UDF ബൂത്ത് ഏജന്റിന് മർദ്ദനം. ബൂത്ത് ഏജന്റ് ജിജിന സുരേഷിനാണ് മർദ്ദനമേറ്റത്. കള്ളവോട്ട് നീക്കം തടയാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ജിജിന പ്രതികരിച്ചത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. കുറേ ലേറ്റ് ആയിക്കും ഞങ്ങള് ബൂത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ. അതുവരെ അവരവിടെ കാത്തു നിന്നിട്ട് ഒരു പെണ്ണുങ്ങളൊരു കയ്യിലൊരു എന്തോ ഒരു വടിയോ കഷ്ണം എന്തോ ഒരു സാധനം കൊണ്ട് വന്നിട്ട് എൻ്റെ തലക്ക് അടിച്ചത് ആദ്യം. പിന്നെ മുത്തലിവിനെ അടിച്ച്. പിന്നെ അപ്പം മുത്തലിവിനെ അടിക്കുമ്പോൾ ഞാൻ പിടിച്ചു വെക്കുമ്പോൾ പിന്നെ ആണുങ്ങളും വന്നിട്ട് എല്ലാവരും പിന്നെ ഒരു കൂട്ടാക്രമണേനും എവിടെയെല്ലാം അടി കിട്ടിയെന്നറിയാൻ പറ്റൂല. അങ്ങനെയുള്ളൊരു ആക്രമണേനും ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാനൊരു വീട്ടിൽ ഓടി കയറുന്ന വരെ എൻ്റെ പിറകെ വന്നിട്ട് അടിച്ചിന് അവര്. അനീഷ് ദേവസ്യ ഉണ്ട് കോഴിക്കോട്. അനീഷ് ദേവസ്യ, ഇത് ഇത്തരത്തിലുള്ള എത്രാമത്തെ വാർത്തയാണെന്ന് പോലും ഓർമ്മയില്ല. എന്താണ് കോഴിക്കോട് സംഭവിച്ചത്? സുഹേൽ, വൈകുന്നേരം 5 മണിയോടെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ കോഴിക്കോട് വാണിമേൽ നെടുമ്പറമ്പ് LP സ്കൂളിൽ കള്ളവോട്ട് ആരോപണത്തിൽ ഒരു സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിൽ കള്ളവോട്ട് തടയാൻ ശ്രമിച്ച UDF ബൂത്ത് ഏജന്റായ കിഴക്കിൽ ജിജിന സുരേഷാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവരെ ഇപ്പോൾ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ ബൂത്തിൽ കള്ളവോട്ട് നടക്കുന്നുണ്ടെന്ന് ജിജിന സുരേഷ് പരാതിപ്പെടുകയും ഇത് തടയാൻ ശ്രമിക്കുകയും ചെയ്താണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത്. തടയാൻ ശ്രമിച്ച തന്നെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നെന്നാണ് ജിജിന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിലെ UDF സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ജിജിന. ഈ സംഭവത്തെ തുടർന്ന് ബൂത്ത് പരിസരത്ത് നേരിയൊരു സംഘർഷാവസ്ഥ നിലനിന്നെങ്കിലും പോലീസ് ഇടപെട്ട സ്ഥിതികൾ ശാന്തമാക്കിയായിരുന്നു. ഈ ജിജിനയെ മർദ്ദിച്ചവർക്കെതിരെ ഒരു കർശന നടപടി സ്വീകരിക്കണമെന്നാണ് UDF നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുഹൈൽ, സുതാര്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അനിവാര്യമായ ആളുകളാണ് ഈ പറയുന്ന ബൂത്ത് ഏജന്റുമാർ. അങ്ങനെ ബൂത്ത് ഏജന്റുമാരെ മർദ്ദിക്കുന്ന വാർത്തകൾ ഇന്ന് തന്നെ പലതായി കേൾക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.